ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാവുന്ന പോർഷൻ വന്നിട്ട് റെയിൽവേ എയർപോർട്ട് ടണൽസ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം റെയിൽവേ എയർപോർട്ട് ടണൽസ് എന്നുള്ള ടോപ്പിക് നോക്കാം. Okay, so the minimum depth of the ballast cushion for a broad gauge wooden sleeper of size 275 by 25 by 13 centimeter with 75 centimeter sleeper spacing is. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, the minimum depth of the ballast. Ballast എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ ട്രെയിനിൽ സ്ലീപ്പേഴ്സ് ഉണ്ട്, സ്ലീപ്പേഴ്സിന്റെ ഗ്യാപ്പിൽ നമ്മൾ കോസ് എഗ്രിഗേറ്റ്സ് ഇടാറില്ലേ? 20 to 25 സൈസുള്ള കോസ് എഗ്രിഗേറ്റ്സ് നമ്മൾ ഇടാറുണ്ട്. 12.5 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ആ സൈസിലുള്ള കോസ് എഗ്രിഗേറ്റ്സ് ഇടാറുണ്ട്. കോസ് എഗ്രിഗേറ്റ്സ് നമ്മൾ എന്തിനാ, ഷോക്ക് അബ്സോർപ്ഷന് അല്ലേ ഇടാറില്ലേ? അപ്പൊ അതാണ് ബള്ളാസ്റ്റ്. ആ ബള്ളാസ്റ്റിന്റെ മിനിമം ഡെപ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ഇട്ടോളൂ ആൻസേഴ്സ് നേരത്തെ കിട്ടിയവർക്ക്. ഓക്കെ, സോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ വുഡൻ സ്ലീപ്പറിന്റെ സൈസ് നമുക്ക് തന്നിട്ടുണ്ട് 275 by 25 by 13 സെന്റിമീറ്റേഴ്സ്. അപ്പൊ എല്ലാം സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പം ഇത് ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ, അതായത് ഡെപ്ത്. ഓക്കെ, സോ നമ്മൾ മിനിമം ഡെപ്ത് ഓഫ് ദി ബെള്ളാസ്റ്റിനെ ഞാൻ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. മിനിമം ഡെപ്തിനെ ഡി എന്ന് റെപ്രസെന്റ് ചെയ്താൽ ഡി ഈസ് ഈക്വൽ ടു എസ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പർ വിഡ്ത്ത് കേട്ടോ. ഞാനിവിടെ സ്ലീപ്പർ സ്പേസിംഗ് തന്നെ എഴുതാം കേട്ടോ. സ്ലീപ്പർ സ്പേസിംഗ് മൈനസ് വിഡ്ത്ത് ഓഫ് സ്ലീപ്പർ, സ്ലീപ്പർ വിഡ്ത്ത് എന്ന് എഴുതാം. ഓക്കെ, മൈനസ് സ്ലീപ്പർ width divided by 2 ആണ്. ഓക്കെ, സോ സ്ലീപ്പർ സ്പേസിംഗ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 75 സെന്റിമീറ്റേഴ്സ്, മൈനസ് സ്ലീപ്പറിന്റെ വിഡ്ത്ത് ഈ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 25. ഈ ഫോമിൽ അറിയാമെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എത്രയാണ്? 50/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 25 സെന്റിമീറ്റേഴ്സ് കിട്ടും. ഓക്കെ, സോ ദ ആൻസർ ഇസ് 25 സെന്റിമീറ്റേഴ്സ്. കിട്ടിയോ? When r is the radius of the curve and d is the degree of curve, and d is the degree of the curve in degrees, the length of the chord in 30 meter chain, I mean chain length ആണ് പറയുന്നത്, 13 chord is 30 meter, then the relationship between r and d is. r and d യുടെ റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, the relationship between r and d is. So ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ കേട്ടോ. ആൻസർ കിട്ടിയോ? The answer is C1720/D. ഓക്കെ, ചില ബുക്കിൽ വന്നിട്ട് 1719 എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ SSC ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ആൻസർ വന്നിട്ട് 1720 ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പോവാം. ഓക്കെ, നമുക്കിത് അറിയാന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി സർവേയിങ്ങിൽ ഇതേ സാധനം തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ, കേർവ്സ് എന്നുള്ള ടോപ്പിക്കില്. സോ അതേ കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ആണ്. അപ്പൊ 420 മീറ്റർ ചെയിന്, 420 മീറ്റർ ചെയിൻ D, degree of curve D is equal to 1146 divided by D. അതായത് degree of the curve, sorry, R, D അല്ല, R is the radius of the curve. Okay, R ഉം അതുപോലെ തന്നെ for 30 meter chain നമ്മുടെ SSCയിൽ പറഞ്ഞിരിക്കുന്ന അതേ ട്രാക്കിൽ തന്നെ നമുക്ക് പോവാം. D is equal to 1720. Okay, 20 divided by R. Okay, so ഇത് ഇങ്ങോട്ട് റിവേഴ്സ് ഇട്ടാൽ കറക്റ്റ് ആയി കേട്ടോ. സോ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആറിന്റെ ആണ്. സോ ഇറ്റ് ഇസ് 1720/D.
ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കണം. The magnitude of super elevation provided in Indian railways on broad gauge in centimeters. Important ആയിട്ട് റെയിൽവേസിന്റെ കാര്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ബ്രോഡ് ഗേജ്, നാരോ ഗേജ്, സോറി മീറ്റർ ഗേജ്, നാരോ ഗേജ്. ഇതിന്റെയൊക്കെ വിഡ്ത്ത് ഓഫ് ദ ഗേജ് പഠിച്ചു വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇൻ എംഎമ്മിലോ സെന്റിമീറ്ററിലോ ഏതാണെന്ന് വെച്ചാൽ, കാരണം നിങ്ങൾക്ക് യൂണിറ്റ് കൺവേർഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അത് പഠിച്ചു വെക്കണം കേട്ടോ. അറിയാന്നുള്ളവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഇട്ടോളൂ. ഓക്കെ, ആർക്കെങ്കിലും കിട്ടിയോ? അല്ലെങ്കിൽ ഞാൻ ആൻസർ പറയാം. ഓക്കെ, സോ എ ആണ് ആൻസർ 1.315 ബി സ്ക്വയർ ബൈ ആർ. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് പറഞ്ഞു തരാം. അതായത് ഇഫ് ദി സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ കാൻഡ് എന്ന് പറയാം അല്ലെ, അപ്പൊ ഞാൻ അതിനെ സി എന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി ഹൈവേയിൽ ഇ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ എല്ലാം കൂടി ഫിക്സ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇസ് ഈക്വൽ ടു ജി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ആർ. അപ്പൊ സൂപ്പർ എലിവേഷൻ ഇൻ കേസ് ഓഫ് റെയിൽവേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, വേർ ജി ഇസ് ദ ഗേജ് വിഡ്ത്ത്. ഓക്കെ, ഗേജ് വിഡ്ത്ത്. ഇനി ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് സെന്റിമീറ്റേഴ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഗേജ് വിഡ്ത്ത് ഫോർ എ ബ്രോഡ് ഗേജ്, ബ്രോഡ് ഗേജിന്റെ വിഡ്ത്ത് എത്രയാണ്? 1.676 മീറ്റേഴ്സ്. അപ്പൊ അത് സെന്റിമീറ്റേഴ്സിൽ പറയുമ്പോൾ 167 ഇൻറ്റു 100 ചെയ്താൽ പോരെ, 167.6 സെന്റിമീറ്റേഴ്സ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ബി സ്ക്വയർ ബൈ ആറിന്റെ ടേംസിലാണ്. അപ്പൊ എങ്ങനെ ചെയ്യാം നമുക്ക്? 167.6 into v square divided by 127 r. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് 1.31, ഏകദേശം 9 എന്തൊക്കെയാണ് വരുന്നത്. സോ അത് ഇവിടെ ഓൾറെഡി 5 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതേ ട്രാക്കിൽ തന്നെ പോവാം. ഓക്കെ, സോ ഇറ്റ് ഇസ് 315 വി സ്ക്വയർ. ഏകദേശം 1.3 നിങ്ങൾക്ക് കിട്ടിയാൽ മതി ഡിവൈഡ് ചെയ്യുമ്പം. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കി ഏതാണ് വരുന്നതെന്ന് കേട്ടോ. ബിക്കോസ് ഓൾറെഡി ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് 1.3 വി സ്ക്വയർ 315 വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കിട്ടിയല്ലോ. ഇതേ സെയിം തന്നെ നാരോ ഗേജിലും മീറ്റർ ഗേജിലും ചെയ്തോളണം. ഓക്കെ, സെയിം രീതിയിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇൻ സെന്റിമീറ്റേഴ്സ്. Due to slipping of the wheels, the rail forms. Due to the slipping of the wheels, the rail forms crushed head, battered head, slip head, horizontal fissures. ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ കേട്ടോ. Due to slipping of the wheels, the rail forms crushed head. Okay. If L is the length of the rail and R is the radius of the curve, the word sign, അതായത് inverse sign H for the curve is. കർവിന്റെ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് ഓഫ് എച്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ കേസ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ റെയിൽ കണ്ടുപിടിക്കാനുള്ളത്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ഇതിന്റെ ഡെറിവേഷൻസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ആൻസർ വന്നിട്ട് എച്ച് ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8r ആണ് ആൻസർ. എച്ച് ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8r. Which of the following are the requires corrections for the runway length? Runway lengthന് required ആയിട്ടുള്ള corrections ഏതാണെന്നാണ് question. Okay, അപ്പോൾ runway lengthന് required ആയിട്ടുള്ള corrections ഏതൊക്കെയാണ്? Correction for elevation, correction for gradient. ഇത് വന്നിട്ട് നമ്മുടെ runway length നമ്മുടെ എയർപോർട്ടിലെ question ആണ് കേട്ടോ. Correction for gradient. Now correction for temperature. All options are correct. ഏത് ടൈപ്പ് ഓഫ് കറക്ഷൻസ് ഒക്കെയാണ് നമുക്ക് ആവശ്യം ഫോർ എ കറക്ഷൻ ഫോർ എ റൺവേ ലെങ്ത്? ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ കേട്ടോ. ഏതൊക്കെ കറക്ഷൻസ് ആണ് ആവശ്യം?
റൺവേ അല്ലേ നമ്മുടെ എയർപോർട്ടിന്റെ. ഓക്കെ, അപ്പൊ എയർപോർട്ടിന്റെ കേസിൽ നമുക്ക് കറക്ഷൻ ഫോർ എലിവേഷൻ വേണം, കറക്ഷൻ ഫോർ ഗ്രേഡിയന്റ് ആൻഡ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ദ ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ് ആണ് ആൻസർ. നൗ വാട്ട് ഡസ് ദ ഗേജ് ഓഫ് എ റെയിൽവേ ലൈൻ ഡിഫൈൻ? തിക്നെസ്, ഗേജ് എന്തെന്നാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, തിക്നെസ് ഓഫ് ദ സ്റ്റീൽ പ്ലേറ്റ് യൂസ്ഡ്, distance between two parallel rails of the track. Okay, track ആണ് ഇവിടെ, track. Instrument to measure the pressure that a railway track can stand. Okay, the pressure that a railway track can stand. Okay, for what does the gauge of railway line define? Plate ന്റെ thickness ആണോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ റെയിൽസ് ഓഫ് എ ട്രാക്ക് ആണോ? എന്താണ് ശരിക്കും ഗേജ് എന്ന് പറയുമ്പോൾ? നമ്മൾ മീറ്റർ ഗേജ്, ബ്രോഡ് ഗേജ്, നാരോ ഗേജ് എന്നൊക്കെ പറയുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീപ്പേഴ്സ്. നമ്മൾ സ്ലീപ്പേഴ്സ് അല്ല, നമ്മുടെ റെയിൽവേയുടെ നമ്മൾ ഗേജസ്. ഓക്കെ, ഓരോന്ന് ഫിക്സ് ചെയ്യുവാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഓരോന്ന് ഫിക്സ് ചെയ്യുന്നു, റെയിൽസ് ഫിക്സ് ചെയ്യുന്നു. ഈ റെയിൽസിന്റെ അടിയിലായിട്ട് നമ്മൾ സ്ലീപ്പേഴ്സ് ഫിക്സ് ചെയ്യാറില്ലേ? അപ്പം ഈ ഡിസ്റ്റൻസുകൾ ഓരോന്നിനും ഓരോരോ ഡിസ്റ്റൻസിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അതിനെയല്ലേ നമ്മുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ റെയിൽസ് ഓഫ് എ ട്രാക്ക് അല്ലേ നമ്മളുടെ ഗേജ് എന്ന് പറയുന്നത് അല്ലേ? സോ ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ റെയിൽസ് ഓഫ് എ ട്രാക്ക്. Widening of a gauge is provided if degree of the curve ആയിരിക്കും കേട്ടോ, curve ആണ്. So it is 3 degree or less, 3 degree to 4.5 degree, more than 4.5 degree, none of these. Widening of gauge ഏത് സിറ്റുവേഷനിലാണ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ് ഈസ് മോർ ദാൻ 4.5 degree. 4.5 ഡിഗ്രിക്ക് മേലെ പോയാലാണ് നമ്മൾ യൂഷ്വലി വൈഡനിങ് ഓഫ് ദി ഗേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ദി കർവ് 3 ഡിഗ്രിയിലേക്കാണ് യൂഷ്വലി ലിമിറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ 4.5 ഡിഗ്രിയിൽ മേലെ പോയി കഴിഞ്ഞാൽ വൈഡനിങ് ഓഫ് ദി ഗേജസ് റിക്വയർഡ്. നൗ if n is the length of the rails in meter, the number of sleepers per rail length generally varies from. n വന്നിട്ട് ലെങ്ത് ഓഫ് ദ റെയിൽസ് ആണ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് എങ്ങനെയാണ് അതിന്റെ വേരിയേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും യൂഷ്വലി കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ സ്ലീപ്പേഴ്സ് റെയിൽസിനെ സംബന്ധിച്ച്. ഓക്കെ, ദ ആൻസർ ഇസ്, ഇത് യൂഷ്വലി ഓഡ് ഇതായിട്ടാണ് വേരി ചെയ്യുക. ദാറ്റ് ഇസ് n+3 to n+6 എന്നാണ് ആൻസർ. ഓക്കെ, സോ n+3 to n+6 രീതിയിലാണ് വേരിയേഷൻ ഓഫ് ദ സ്ലീപ്പേഴ്സ് ആസ് പെർ ദി റെയിൽ ലെങ്ത് യൂഷ്വലി നടക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഡിസൈൻ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ on a 3 degree horizontal curve for a narrow gauge track if design velocity on the curve is 70 km/h. ഇത് നമ്മുടെ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് ഗേറ്റിനൊക്കെ കാൽക്കുലേറ്റർ അലൗഡ് ആണ്, പക്ഷെ നമ്മുടെ SSCക്ക് അതുപോലെ RRB ക്വസ്റ്റ്യൻ എക്സാംസിനൊന്നും നമുക്ക് കാൽക്കുലേറ്റർ അലൗഡ് അല്ല. സോ ഇത്തരം ക്വസ്റ്റ്യൻസിന് വന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റർ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, സോ ഫോർ ഇൻ കേസ് ഓഫ് എ നാരോ ഗേജ് ട്രാക്ക്, നമുക്ക് ഓൾറെഡി നാരോ ഗേജ് ട്രാക്കിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി നമുക്കൊരു ഇക്വേഷൻ അറിയാം, ഈ ക്യാൻഡ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് C=GV² by 127R എന്നുള്ള ഫോമുല. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് എ നാരോ ഗേജ് ട്രാക്ക് R കണ്ടുപിടിക്കേണ്ട ഫോമുല ഉണ്ട്. R is equal to 1270 divided by the degree of the curve, that is D. അപ്പം R is equal to, അതായത് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഫോമിലേക്ക്, നമുക്ക് ക്യാൻഡല് കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് ഇസ് സൂപ്പർ എലിവേഷൻ. അപ്പൊ C is equal to GV² divided by 127R. ഇതിൽ G നമുക്കറിയാം, കാരണം ഇത് നാരോ ഗേജ് ആണ് തന്നിട്ടുണ്ട്. G എന്ന് പറയുന്നത് നാരോ ഗേജിന് 0.762 ആണ് അതിന്റെ ഡയമെൻഷൻ അല്ലെ, 0.762 meters. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് എ നാരോ ഗേജ്. ഇനി V നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. ഇനി നമുക്ക് അറിയാത്തത് R ആണ്. അപ്പൊ R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രി തന്നിരിക്കുന്നത്. അപ്പൊ 1270 divided by 3 ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് 573.33 എന്ന് കിട്ടും. ഇറ്റ് ഇസ് ഇൻ മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ G നമുക്കറിയാം 0.762 എന്ന്.
it into v square is 70 square divided by 127 into 573.33. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 0.0512 സംതിങ് കിട്ടും. സോ ദ ആൻസർ ഫോർ ദ സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ ക്യാൻഡ് ഇസ് ഈക്വൽ ടു 0.0512. ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള വേറൊരു വഴിയും കൂടി ഉണ്ടെന്ന്. ഈ ക്യാൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ഡിഗ്രി പൊങ്ങിയിട്ടുണ്ടെന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ സാധനമല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ഈ സൂപ്പർ എലിവേഷൻ. അപ്പം ഇ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നുള്ളൊരു ഫോമുല നമുക്കറിയാലോ. അപ്പം ഇ ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് 3 ഡിഗ്രി. ഓക്കെ, അപ്പൊ ടാൻ ഓഫ് 3 ഡിഗ്രി എന്ന് പറയുന്നത് ടാൻ ഓഫ് 3 ഡിഗ്രി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സെയിം 0.0524 ഏകദേശം വരും, 0.0. ഓക്കെ, സോ ഏകദേശം ഈ ഒരു ആൻസർ തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും, 0.0512 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. 0.512 എന്ന് തന്നെ ആൻസർ വരും. സോ ഇത് ഗേറ്റ് എക്സാമിനൊക്കെ വരുവാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷെ ഫോർ SSC ഇങ്ങനെ തന്നെ പറ്റത്തുള്ളൂ കേട്ടോ. കാൽക്കുലേറ്റർ നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അപ്പൊ ഞാൻ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ 2 സ്റ്റെപ്പിൽ സാധനം തീരും. Now, what will be the canned deficiency? That is in centimeters നമുക്ക് ആൻസർ വേണ്ടത്. If the maximum safe speed on a 5 degree curve of a broad gauge track is 110 km per hour and average speed of the train is 85 km per hour. For a average kilometer speed of a train is 85 km per hour ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ബ്രോഡ് ഗേജ് ആണ്. ഇൻ കേസ് ഓഫ് എ ബ്രോഡ് ഗേജ് നമ്മൾ R കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ദാറ്റ് ഇസ് റേഡിയസ് ഓഫ് ദി കർവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1750 ഡിവൈഡഡ് ബൈ ഡി ആണ്. ഓക്കെ, അപ്പൊ R is equal to 1750 divided by ഇതിൽ 5 ഡിഗ്രി കർവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5, so you will be getting 350. നിങ്ങൾ അപ്രോക്സിമേഷൻസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എക്സാം ടൈമിലും. ഓക്കെ, എല്ലായ്പ്പോഴും നമുക്ക് ഒരേപോലെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയില്ല. ഈ പോയിന്റ് ഒക്കെ ഇട്ട് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 350.12 എന്നൊക്കെ വരുന്നതൊക്കെ വേണമെങ്കിൽ ഒന്ന് 350 ആയിട്ട് റൗണ്ട് ചെയ്ത് അങ്ങനെ അപ്രോക്സിമേഷൻസ് ചെയ്യാം കേട്ടോ ഉണ്ടെങ്കിൽ. നൗ ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഓഫ് ദ കർവ് ഓഫ് ബ്രോഡ് ഗേജ് ഇസ് 110 കിലോമീറ്റർ ആൻഡ് ആവറേജ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇസ് 85 കിലോമീറ്റർ എന്നാണ്. അതായത് ആക്ച്വൽ സ്പീഡ് 85ഉം തിയോറിറ്റിക്കൽ സ്പീഡാണ് 110ഉം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഈ ക്യാൻഡ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അത് രണ്ടായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആക്ച്വൽ ഞാൻ സി എന്ന് തന്നെയാണ് കേട്ടോ എഴുതാൻ പോകുന്നത്. ബിക്കോസ് നമ്മൾ റെയിൽവേ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഹൈവേയും തമ്മിൽ മാറിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. So GV square divided by 127 R. Okay, G എന്ന് പറയുന്നത് ബ്രോഡ് ഗേജ് ആണ്. ബ്രോഡ് ഗേജിൻ്റെത് ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് 1750. ഓക്കെ, G is equal to നമ്മൾ 1750 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 1.75 എടുക്കാം. നമ്മുടെ ബ്രോഡ് ഗേജിന്റെ അല്ലെങ്കിൽ 167 എടുക്കാം. ഓക്കെ, 1.676 നമ്മൾ ഓൾറെഡി ജി കണ്ടുപിടിച്ചാണല്ലോ ഗേജിന്റെ. ഓക്കെ, അപ്പൊ 1.676 എടുക്കാം കേട്ടോ. ഓക്കെ, ഇല്ല ഇവിടെയും ഈ ഫോർമുലയിലും 1.676 നിങ്ങൾക്ക് മാറ്റുകയും ചെയ്യാം കേട്ടോ. ചില കേസുകളിൽ 1.67 to 1.750 അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ 1750 വാല്യൂ എടുത്തത് കേട്ടോ. സോ അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, സോ 1.676 നിങ്ങൾ കൺഫ്യൂസ് ആവുന്നുണ്ടെങ്കിൽ എടുത്തോളൂ. ഞാൻ 1676 തന്നെ എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. ഞാൻ 1750 എടുത്തത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ 5 വെച്ച് ഡിവൈഡ് ആയി പോകും.
ഓക്കെ, അപ്പോൾ 1676 വെച്ചിട്ട് പോവാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് കൂടുതലാക്കണ്ട. ഞാൻ ഗേജ് വിട്ട് ഇവിടെയും ഞാൻ 1676 എടുക്കുവാണേ. 1750 പോട്ടെ. ഓക്കെ, വി വന്നിട്ട് സേഫ് സ്പീഡ് ആദ്യത്തെ ആക്ച്വലിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ 85 സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ഇൻറ്റു ആർ. ആർ വന്നിട്ട് ഞാൻ 350 കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, സോ 167 ഇൻറ്റു 85 സ്ക്വയർ divided by 127 into 350. Okay, so you'll be getting answer as 272.42 വരും. 42 mm എന്ന് വരും. ഓക്കെ, മീറ്റേഴ്സ് അല്ല കേട്ടോ. നൗ തിയോറിറ്റിക്കൽ ക്യാൻഡ് again 1676 into 110 square divided by 127 into 350. Okay, so 1676 into 110 square divided by 127 into 350. So you'll be getting answer 456.23 എന്ന് കിട്ടും. ഞാനിത് അപ്രോക്സിമേറ്റ്ലി 272 എന്ന് എഴുതുവാണേ. ഇത് ഞാൻ അപ്രോക്സിമേറ്റ്ലി 456 എന്ന് തന്നെ എഴുതുവാണേ. സോ നമുക്ക് വന്നിട്ട് ഈസി ആയിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ക്യാൻഡ് ഡെഫിഷ്യൻസി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ 456 മൈനസ് 272. Okay, 272. So you'll be getting answer 184 mm അല്ലെങ്കിൽ 18.4 സെന്റിമീറ്റേഴ്സ് കിട്ടും. ഈ 18.4 അല്ലെങ്കിൽ 18.7 സെന്റിമീറ്ററിലേക്ക് പോയിട്ട് ക്ലിക്ക് ചെയ്യല്ലേ. ഞാൻ ഇത് അപ്രോക്സിമേറ്റ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ എനിക്ക് 18.4 കിട്ടിയത്. ഒരിക്കലും നമ്മുടെ ആൻസർ ഇതാവില്ല. കാരണം ക്യാൻഡ് ഡെഫിഷ്യൻസി എപ്പോഴും ഇറ്റ് ഈസ് പെർമിസിബിൾ, മാക്സിമം പെർമിസിബിൾ ക്യാൻഡ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഫോർ എ ബ്രോഡ് ഗേജ് ഇസ് 10 സെന്റിമീറ്റേഴ്സ് ആണ്. ഇറ്റ് ഈസ് മാക്സിമം അലവബിൾ ഇസ് 10 സെന്റിമീറ്റർ. സോ നമ്മളുടെ ആൻസർ 10 സെന്റിമീറ്റേഴ്സ് ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോർമുല. ഇത് കിട്ടിയെന്ന് വിചാരിക്കണം. ക്യാൻഡ് എഫിഷ്യൻസി വന്നിട്ട് ഇൻ കേസ് ഓഫ് എ ബ്രോഡ് ഗേജ് 10 സെന്റിമീറ്ററിലേക്ക് ലിമിറ്റ് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ 18 പോയിന്റ് ആൻസർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ക്ലിക്ക് ചെയ്തേക്കല്ലേ, തെറ്റും. ഇനി അതേപോലെ തന്നെ അപ്പം ബ്രോഡ് ഗേജ് മറ്റേ ഓരോ സ്പീഡിന്റെ ലിമിറ്റ് അനുസരിച്ച് നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഗേജിനനുസരിച്ച് ലിമിറ്റിംഗ് സ്പീഡുകളുണ്ട്. നമ്മളുടേത് 100ന് മേലെ പോയതുകൊണ്ടാണ് കേട്ടോ 10 സെന്റിമീറ്റർ ഞാൻ ലിമിറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പെർമിസിബിൾ ക്യാൻഡ് എഫിഷ്യൻസി ആണ് കേട്ടോ. ഇതെന്താണ് പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ക്യാൻഡ് എഫിഷ്യൻസി ആണ്. സോ പെർമിസിബിൾ ലിമിറ്റ് വന്നിട്ട് 10 സെന്റിമീറ്റേഴ്സ് ആണ്. അതുപോലെ സ്പീഡ് ലെസ് ദാൻ 100 km/h 7.6 സെന്റിമീറ്റേഴ്സ് ആണ്. അതുപോലെ മീറ്റർ ഗേജ് ആണെങ്കിൽ 5.1, നാരോ ഗേജ് ആണെങ്കിൽ 3.8 ആണ്. ഓക്കെ, സോ 100 km/h മേലെ പോയാൽ ഇറ്റ് ഇസ് 10 സെന്റിമീറ്റേഴ്സ്. മീറ്റർ ബ്രോഡ് ഗേജ് ആൻഡ് മീറ്റർ ഗേജ് 5.1 ആണ്. ലെസ് ദാൻ 100 km/h ആണെങ്കിൽ നാരോ ഗേജ് 3.8 ആണ്. അപ്പം ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം, പഠിക്കുകയും വേണം കേട്ടോ ക്യാൻഡ് എഫിഷ്യൻസിയുടെ ലിമിറ്റിംഗ് വാല്യൂ. ബിക്കോസ് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ 18.4 കിട്ടി, ഇവിടെ 18.7 ഉണ്ട്, ഏകദേശം മാച്ചിങ് ആണ്, പോയിട്ട് ക്ലിക്ക് ചെയ്തേക്കരുത്. ഓക്കെ, തെറ്റും. സോ സെയിം കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ആണ്. Calculate the number of sleepers required for 1 kilometer railway track if the sleeper density is n+4 for a broad gauge and the length of one rail for a broad gauge is 13 meter. അപ്പോൾ ബ്രോഡ് ഗേജിന്റെ ലെങ്ത് ഒരു ബ്രോഡ് ഗേജിന്റെ ലെങ്ത് 13 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ലെങ്ത് ഓഫ് വൺ റെയിൽ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് വൺ റെയിൽ ഇസ് ഈക്വൽ ടു 13 മീറ്റർ തന്നിട്ടുണ്ട്.
അപ്പോൾ സ്ലീപ്പർ ഡെൻസിറ്റി is equal to മൊത്തം സ്ലീപ്പർ ഡെൻസിറ്റി n+4 ആണ്. n എന്ന് പറയുന്നത് 13. അപ്പോൾ 13+4 that is equal to 17 മീറ്റർ. അപ്പോൾ 13 മീറ്റർ ലെങ്ത്തിൽ എത്ര നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് ഇടാമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു മീറ്ററിൽ ഓക്കെ ഫോർ 1 മീറ്റർ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് എത്രയാണ്? നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ മീറ്റർ that is 17 divided by 13 meter. Okay, so 70 divided by 13. So you will be getting 1.308 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു കിലോമീറ്ററിന് എത്രയായിരിക്കും? ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ 1.308 ഇൻറ്റു 1000 ചെയ്താലും മതി. ഓക്കെ, നമുക്ക് കിട്ടുന്ന ആൻസർ വന്നിട്ട് 1308 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ 1308 നമ്പേഴ്സ് ഓഫ് സ്ലീപ്പേഴ്സ്. ഇപ്പോൾ 1308 ആണ് ആൻസർ. ഓക്കെ, which of the following is the correct order for increasing width for the width of the railway gauge? Broad gauge less than by light gauge less than narrow gauge less than meter gauge. അതുപോലെ broad gauge less than meter gauge less than light gauge less than narrow gauge. അതുപോലെ നാരോ ഗേജ് ലെസ് ദാൻ ലൈറ്റ് ഗേജ് ലെസ് ദാൻ ബ്രോഡ് ഗേജ് ലെസ് ദാൻ മീറ്റർ ഗേജ്. അപ്പൊ ഇതിലേതാണ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മളുടെ വിഡ്ത്തിനനുസരിച്ച് ഡിക്രീസിങ് ഓർഡറിലാണ് കേട്ടോ, അല്ല സോറി ഇൻക്രീസിങ് ദ വിഡ്ത്തിലാണ് എഴുതേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രോഡ് ഗേജ് ആണ് ഏറ്റവും വലിയ ആള് അല്ലെ. ബ്രോഡ് ഗേജിന്റെ തൊട്ടടുത്ത ആള് മീറ്റർ ഗേജിനേലും ചെറുതാണ് നാരോയിനും ചെറുതാണ് ലൈറ്റ് ഗേജ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നൗ the width of narrow ഗേജിന്റെ വിഡ്ത്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് കുറച്ചു നേരം മുമ്പ് നമ്മൾ ചെയ്ത ഒരു വർക്ക്ഔട്ട് എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞായിരുന്നു. മീറ്റേഴ്സിൽ എത്രയാണ്? 0.762 മീറ്റേഴ്സ് ആണ് നാരോ ഗേജിന്റെ വിഡ്ത്ത് കേട്ടോ. What is the value of slope required for coning of the wheel? Coning of the wheelന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, കോണിങ്. Okay, what is the value of the slope required for a coning of the wheel? നമ്മുടെ വീല് നമ്മൾ റെയിൽവേയിൽ ഓടുന്ന ട്രെയിനിൽ ഓടുന്ന വീല് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരിക്കലും അത് വേർട്ടിക്കൽ ആയിട്ടല്ല, കുറച്ച് കോൺ ചെയ്തിട്ടാണ്. ബിക്കോസ് ഇല്ലെങ്കിൽ റെയിൽ മുഴുവൻ തേഞ്ഞു പോകും. ഓക്കെ, സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദി സ്ലോപ്പ് റിക്വയർഡ് ഫോർ കോണിങ് ഓഫ് ദ വീൽ? സ്ലോപ്പ് വന്നിട്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ് ഈസ് 1/20. 1/20 ആണ് കേട്ടോ ആൻസർ. The longitudinal movement of a rail is known as റെയിലിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റിന് പറയുന്ന പേരാണ് ക്രീപ്പ് ഓഫ് റെയിലിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റിന് പറയുന്നത്. ഓക്കെ, ക്രഷിങ്ങിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചു നേരം മുമ്പ് കണ്ടതാണ്. സെയിം ഈ റെയിലിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിൽവേയില് ഓക്കെ ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നേക്കാം. റെയിൽവേയില് അതിന്റെ ഗേജ് സൈസസ് പിന്നെ അതിന്റെ കാൽക്കുലേഷൻസും കുറച്ച് പ്രോബ്ലംസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ലേ, ഇതേ പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിന്റെയൊക്കെ ഡിഫെക്ട്സ് അല്ലെങ്കിൽ ഇതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ ക്രീപ്പ്, ക്രഷിങ്, അതുപോലെ ഓക്കെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് റെയിൽവേയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അതിന്റെ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ്, അതായത് എന്തിനാണ് ബള്ളാസ്റ്റ് ഇടുന്നത്, എന്തിനാണ് സ്ലീപ്പർ യൂസ് ചെയ്യുന്നത്, ഈ റെയിൽസ് തന്നെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, റെയിലിന്റെ ഓരോ ഹെഡ് സൈസുകൾ, ടൈപ്പ് ഓഫ് റെയിൽസ്, അതിന്റെ സൈസുകൾ, അതിന്റെ ഹെഡിന്റെ സൈസ്, ബുൾ നോസ്, അങ്ങനെയുള്ള കുറെ ടൈപ്പ് ഫ്ലാറ്റ് റെയിൽസ് ഒക്കെ ഇല്ലേ. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണ്, കേരളത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണ്, അങ്ങനെയുള്ളത്. ഓക്കെ, മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എയർപോർട്ടിന്റെ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എയർപോർട്ടിൽ ഇനി ദ
list the match the list designated component in the list 1 with its purpose at the airports. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തമ്മിൽ മാച്ച് ചെയ്യാനാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാച്ച് ചെയ്യുന്നത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻസ് കുറച്ച് പഠിച്ചു വയ്ക്കും. ഓക്കെ, അറിയാന്നുള്ളൊരു ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദ ബേസിക് റൺവേ ലെങ്ത്, അതുപോലെ റൺവേ കപ്പാസിറ്റി, basic runway length, runway capacity, runway geometric design, hangar. ഇതിനെ എങ്ങോട്ടേക്കാണ് മാച്ച് ചെയ്യേണ്ടത്, ഇതിന്റെ പർപ്പസ് ഒക്കെ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. So it is A in the purpose, basic runway length. Okay, engine failure class. Okay, now for the B, that is for the runway capacity. Runway capacity, the location of exit taxiways. അതാണ് അതിന്റെ പർപ്പസ്. ഇനി അതുപോലെ തന്നെ runway geometric design. Runway geometric design C1, that is for the width and length of the safety area of the airport. Okay, now അതുപോലെ തന്നെ ഹങ്കാർ. ഹങ്കാർ എന്തിനു വേണ്ടിയിട്ടാണ്? D2, ഹൗസിംഗ് സർവീസ് ഓഫ് ദി എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഹങ്കാറിലാണ് എയർക്രാഫ്റ്റിന്റെ പണികളൊക്കെ നടക്കാറ്. എന്തെങ്കിലും സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യണ സ്പേസിനെയാണ് ഹങ്കാർ എന്ന് പറയുന്നത്. ഓക്കെ, ഹങ്കാർ. ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ബാക്കി കിട്ടാൻ മാച്ച് ചെയ്ത് കിട്ടാനായിരിക്കും കുറച്ച് ടൈം എടുക്കുന്നത്. ഡി എന്താ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും? ഹൗസിംഗ് സർവീസ് എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനും തമ്മിലായിരിക്കും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ആൻസർ വന്നിട്ട് എ ആണ്. 4, അതുപോലെ തന്നെ B3 ആണ്. C1, C വന്നിട്ട് റൺവേ ജോമെട്രിക് ഡിസൈൻ ഇസ് ഫോർ ദി വിഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് ദി സേഫ്റ്റി ഏരിയ ഓഫ് ദി എയർപോർട്ട്. ഓക്കെ, സോ നെക്സ്റ്റ്, the sleeper density of a broad gauge track is M+7 in metric units. Okay, now for where M is the length of the rails in meters, the number of sleepers for 1.02 kilometer length of the track. ഇത് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എത്ര നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് ഈ 1.024 കിലോമീറ്റർ ട്രാക്കിൽ ഇടണം എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ സ്ലീപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, സ്ലീപ്പർ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു M+7. ഓക്കെ, സോ ടോട്ടൽ ലെങ്ത്, ടോട്ടൽ നമ്പർ ഓഫ് റെയിൽസ് റിക്വയർഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് റെയിൽസ് റിക്വയർഡ് ഇൻ 1.024 കിലോമീറ്റർ എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? 1024 മീറ്റേഴ്സ് എന്ന് പറയാം. എല്ലാം നമ്മൾ മീറ്ററിൽ സംസാരിക്കാം, അതിലെ കുറച്ചും കൂടി എളുപ്പം. കാരണം ലെങ്ത് ഓഫ് ദ റെയിൽസും മീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട്. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ്, അപ്പൊ നമ്പർ ഓഫ് റെയിൽസ് ഇൻ 1024 മീറ്റേഴ്സ് എത്ര വരും? 1024 മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ഒരു ബ്രോഡ് ഗേജിന്റെ ലെങ്ത്. ഇത് ബ്രോഡ് ഗേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് 13 മീറ്റർ ആണ്. ഓക്കെ, അത് ഓൾറെഡി നമുക്ക് അറിയാം. സോ 13 മീറ്റർ. സോ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ 78 പോയിന്റ് സംതിങ് വരും. ഞാനിത് അപ്രോക്സിമേറ്റ് ചെയ്ത് 80 എന്ന് എഴുതുവാണേ. ആൻസർ റൗണ്ട് അപ്പ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, ബിക്കോസ് നമ്പർ ഓഫ് റെയിൽസ് അല്ലേ. ഓക്കെ, സോ ഏകദേശം 78 പോയിന്റ് ഞാൻ 80 ആക്കി.
ഓക്കെ, 79 ആക്കിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. സോ എൻ്റെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇത് 79.88 ആണ്. അപ്പോൾ ഞാൻ 80 ആക്കിയത്. ഓക്കെ, നോ ഇഷ്യൂസ്. ഇനി സ്ലീപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് സ്ലീപ്പർ ഡെൻസിറ്റി വന്നിട്ട് m+7, അതായത് 13+7 that is equal to 20 മീറ്റർ. ഇനി ലെങ്ത് ഓഫ് ദ റെയിൽ, നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് 20 മീറ്ററിൽ 20 മീറ്റർ ലെങ്ത്തിൽ എത്ര സ്ലീപ്പേഴ്സ് വേണ്ടി വരുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് ഫോർ ദിസ് 20 മീറ്റർ, അപ്പോൾ 20 ഇൻറ്റു പെർ മീറ്ററിൽ 80 എണ്ണമാണ്. അപ്പോൾ 20 മീറ്ററിലേക്ക് ഇൻറ്റു 80, അപ്പോൾ 1600 നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് കിട്ടിയോ? അപ്പോൾ 1600 നമ്പേഴ്സ് കിട്ടും. ഓക്കെ, വളരെ എളുപ്പത്തിന് കിട്ടാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ. ഓക്കെ, സി, ഓപ്ഷൻ സി ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, the item given in the options pertain to different aspects or functionalities of track design in railway engineering. Select the incorrect combination. Incorrect ആയിട്ടുള്ള കോമ്പിനേഷൻ സെലക്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ദാറ്റ് ഇസ് ബള്ളാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗ്രാനുലാർ മാട്രസ് ലേഡ് ഓവർ ദ എർത്ത് ഫോർമേഷൻ ടു പ്രൊവൈഡ് സ്യൂട്ടബിൾ ബെഡ് ഫോർ ദ സ്ലീപ്പർ ഓൺ വിച്ച് ദേ ക്യാൻ റെസ്റ്റ്. കറക്റ്റ് ആണല്ലോ, ബള്ളാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രാനുലാർ മാട്രസ് ആണ്. റൂളിംഗ് ഗ്രേഡിയന്റ്, the maximum gradient to which track may be laid in a particular section. Yes, ഇതൊക്കെ ഇതിന്റെ ഡെഫിനിഷൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾ ഡെഫിനിഷനും കൂടി പഠിച്ചുകൊണ്ട് പോവാണ്. അതുപോലെ തന്നെ മാർഷലിംഗ് യാർഡ്, ടു സെപ്പറേറ്റ് ഗുഡ് വാഗൺസ് റിസീവ്ഡ് ഫ്രം ദി വേരിയസ് സെന്റേഴ്സ് in order of station to which they are to be sent. ഈ മാർഷലിംഗ് യാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്കില് നമ്മൾ ഷിപ്പ് വെക്കുമല്ലോ, ആ ഏരിയയിൽ, സോറി മീൻ ഗുഡ്സ് നമുക്ക് കിട്ടുമല്ലോ. മാർഷലിംഗ് യാർഡ് നമ്മുടെ ട്രെയിനിൽ, ഓക്കെ, നമ്മൾ ഗുഡ്സ് കിട്ടുമല്ലോ. ആ ഗുഡ്സ് കിട്ടുന്നത് നമ്മൾ വന്നിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പോർഷൻ, ദാറ്റ് ഇൻ ഓർഡർ ഓഫ് ദി സ്റ്റേഷൻ ടു വിച്ച് ദേ ആർ ടു ബി സെൻറ്റിലേക്ക്, ഐ മീൻ ഗുഡ്സ് വാഗൺസ് മാറ്റുന്ന പോർഷനെയാണ് നമുക്ക് പറയുന്നത് മാർഷലിംഗ് യാർഡ്സ് കേട്ടോ. മാർഷലിംഗ് യാർഡ്സ്. അതുപോലെ പുഷർ ഗ്രേഡിയന്റ്, ദ റൈസിംഗ് ഗ്രേഡിയന്റ് വിച്ച് ഇസ് ഫോളോഡ് ബൈ എ ഫോളിംഗ് ഗ്രേഡിയന്റ്. ഈ പുഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസിംഗ് ഗ്രേഡിയന്റ് ഫോളോഡ് ബൈ എ falling gradient അല്ല, along which the train climbs easily due to momentum gained by them over the falling gradient. pusher gradientന്റെ ഡെഫിനിഷൻ വന്നിട്ട് റൈസിംഗ് ഗ്രേഡിയന്റ് മീറ്റ്സ് എ ഫോളിംഗ് ഗ്രേഡിയന്റ് എന്നല്ല കേട്ടോ. സോ ഈ നമ്മുടെ ഓപ്ഷന് ഡി ആണ് നമ്മുടെ ആൻസർ. പുഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാം. ശരിക്കുള്ള ഡെഫിനിഷൻ, പുഷർ ഗ്രേഡിയന്റ് ഇൻ കേസ് ഓഫ് റെയിൽവേന്റെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സ്ട്രാ എഞ്ചിൻ റിക്വയർഡ് ടു പുഷ് ദ ട്രെയിൻ. നമ്മൾ ട്രെയിൻ ചിലപ്പം ഈ വലിയ പൊക്കം ഹൈറ്റിലൊക്കെ കയറാൻ നേരത്ത്, നമ്മുടെ ഈ തിരുപ്പതിയിലും പിന്നെ അതുപോലെ തന്നെ പഴനിയിലൊക്കെ പോകുമ്പോൾ പതുക്കെ പതുക്കെ ട്രെയിനൊക്കെ പോകാൻ കണ്ടിട്ടില്ലേ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടേ ഉള്ളൂ. സോ അതുപോലെ ഹൈറ്റിലേക്ക് ഐ മീൻ മൗണ്ടെയിനിയസ് അതുപോലെ കയറാൻ നേരത്ത് അതിനെ പുഷ് ചെയ്ത് കയറാനുള്ള എക്സ്ട്രാ എഞ്ചിൻ കൊടുക്കുന്നില്ലേ, അതിനെ പറയുന്ന പേരാണ് പുഷർ ഗ്രേഡിയന്റ് കേട്ടോ. സോ അത് ഒരു റൈസിംഗ് ഗ്രേഡിയന്റ് മീറ്റ്സ് എ ഫോളിംഗ് ഗ്രേഡിയന്റ് അല്ല. ഓക്കെ, is the gradient where an extra engine is required to push the train. അല്ലെങ്കിൽ അതിനെ these are steeper gradients എന്ന് വേണമെങ്കിൽ പറയാം. these are steeper gradients, അതായത് റൈസിംഗ് ഗ്രേഡിയന്റ്, സ്റ്റീപ്പർ ഗ്രേഡിയൻസ് ഭയങ്കര ഒരു കയറ്റത്തിനെയാണ് പറയുന്നത് കേട്ടോ. ഇത് യൂഷ്വലി ബ്രോഡ് ഗേജ് ട്രാക്സ് ആണ് ഈ പുഷർ ഗ്രേഡിയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. BG tracks are usually provided. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ കുറച്ച് കഥകളും കൂടി പറഞ്ഞു പോണു. യൂഷ്വലി പ്രൊവൈഡഡ് ഇൻ കേസ് ഓഫ് എ പുഷർ ഗ്രേഡിയന്റ് കേട്ടോ. സോ ഇതും കൂടി ഒന്ന് നോക്കിയേരാം. അപ്പൊ ഡി ആണ് ആൻസർ. നൗ ഫോർ ആൻ എയർപോർട്ട്
match list for the runway components and next one design criteria. The same thing തന്നെയാണ് ഇതിൽ നമ്മൾ നേരത്തെ കണ്ട അതേ സാധനം തന്നെയുണ്ട്. that is the runway geometric design. So in case of runway geometric design നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം അത് width and length of the safety area of the airport ആണ്. അപ്പൊ നമുക്ക് C ഓൾറെഡി കണക്ട് ആയി. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് വലിയ പിടിയുണ്ടാവില്ല. അതുപോലെ റൺവേ ലെങ്ത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, റൺവേ ലെങ്ത്തിന്റെ എന്തിനായിരുന്നു? എഞ്ചിൻ ഫെയിലിയർ ക്ലാസ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടു. റൺവേ ലെങ്ത് എഞ്ചിൻ ഫെയിലിയർ ക്ലാസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൺവേ ലെങ്ത് നമ്മൾ ബേസിക് റൺവേ ലെങ്ത് ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എയർപോർട്ട് ഡ്രെയിനേജ് എന്തിനു വേണ്ടിയിട്ടാണ്? എയർപോർട്ട് ഡ്രെയിനേജ് ഗ്രേഡിംഗ് ഓഫ് ദി എയർപോർട്ട് സൈറ്റ്. യെസ്, ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എയർപോർട്ട് സൈറ്റ് കറക്റ്റ് ആയിട്ട് ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മുഴുവൻ വെള്ളത്തിൽ കിടന്ന് ഓടേണ്ടി വരും. ഓക്കെ, now runway capacity, location of exit taxiways. exit taxiway locate ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റൺവേ കപ്പാസിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എക്സിറ്റ് ടാക്സിവേസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മളുടെ ഫ്ലൈറ്റ് ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ആ പോർഷൻസ് ഇല്ലേ, അതിനാണ് ടാക്സി വേസ് എന്ന് പറയുന്നത്. അപ്പൊ അത് പാർക്ക് ചെയ്ത പോർഷനിൽ നിന്ന് നേരെ നമ്മളുടെ റൺവേയിലേക്ക് വരില്ലേ, ആ പോർഷനാണ് ആപ്രോണിൽ നിന്ന് നേരെ ടാക്സി വേയിൽ, അതായത് എയർപോർട്ടിലെ ഇതാണിപ്പം നമ്മളുടെ റൺവേ എങ്കിൽ ഈ റൺവേയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ടാക്സി വേസ് ഉണ്ടാവും. ഈ ടാക്സി വേയിൽ കൂടിയാണ് നമ്മളുടെ ഫ്ലൈറ്റുകൾ ഏതൊക്കെയാണോ വരേണ്ടത്, നമ്മൾ ഏതൊക്കെയാണോ ടേക്ക് ഓഫ് ചെയ്യേണ്ട ഫ്ലൈറ്റുകൾ, അതൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഇവിടെ വന്ന് റൺവേയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ടാക്സി വേയിൽ കൂടിയാണ് വരുന്നത്. ആ ട്രാക്ക് എന്തിനാണ് ചോദിച്ചിരിക്കുന്നത്? അത് റൺവേ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ബിക്കോസ് ഒന്നിൽ കൂടുതൽ ഫ്ലൈറ്റുകൾ പോകേണ്ട വരും. ഓക്കെ, നൗ വിച്ച് വൺ? അപ്പം D4 ആണ് കേട്ടോ ആൻസർ. A2, B4, C3, D1. ഓക്കെ, which one out of the 4 options below is not the purpose of vertical shafts in a tunnel? ടണലിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ടണലിന്റെ ക്വസ്റ്റ്യൻസ് യൂഷ്വലി ഒരു എല്ലായ്പ്പോഴും അങ്ങനെ വരാറില്ല, പോയാൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, നൗ which one out of the 4 options below is not the purpose ആണ്. purpose of the vertical shaft in a tunnel. ടണലിൽ vertical shafts കൊടുക്കാറുണ്ട്. ഇതിന്റെ purpose ഒന്ന് ഇതല്ലാത്തതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The to speed up the excavation from many working phases. അതായത് ഈ വെർട്ടിക്കൽ ഷാഫ്റ്റ്സ് കൊടുക്കുമ്പം നമുക്ക് വന്നിട്ട് മറ്റേ എക്സ്കവേഷൻ പ്രോസസ്സ് വേഗം നടത്താൻ പറ്റും. ഓക്കെ, ഇനി ടു പ്രൊവൈഡ് നാച്ചുറൽ വെന്റിലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ടണൽ. ഓബ്വിയസ്ലി നമ്മൾക്ക് ടണൽസിന്റെ അവിടെ ഇത് കുഴലാണ്, നമുക്ക് അറിയാന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പോർഷൻസിലായിട്ട് നമ്മൾ വെർട്ടിക്കൽ ഷാഫ്റ്റുകൾ ഇങ്ങനെ കൊടുക്കാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്റിലേഷൻ പർപ്പസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടണൽസ് ഭൂമിയുടെ അടിയിൽ കൂടെ പോണതാണ്, വെന്റിലേഷൻ ഇല്ലാത്ത സ്ഥലമാണ്. ഓക്കെ, നൗ ടു പമ്പ് ഔട്ട് ദി വാട്ടർ ഇൻ കേസ് ഓഫ് ഇറ്റ് ഇസ് ഫൗണ്ട് ഡ്യൂറിങ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി ടണൽ. പമ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ വെർട്ടിക്കൽ ഷാഫ്റ്റ്സ് യൂസ് ചെയ്യില്ല കേട്ടോ. ടു യൂസ് ഇറ്റ് ഫോർ ഇറ്റ് ആസ് എ ക്വാറി ടു ഒബ്റ്റെയിൻ സ്റ്റോൺസ് ഫ്രം ദി മേസൺറി വർക്ക്സ്, ഫോർ മേസൺറി വർക്ക്സ്. ഓക്കെ, അത് ഒരു ഓപ്ഷൻ ആയിട്ട് പറയാറുണ്ട്, ട്വിൻ വെർട്ടിക്കൽ ഷാഫ്റ്റ് ഓഫ് ദി ടണൽ. അപ്പോൾ ടു പമ്പ് out water in case it is found during the construction of the tunnel. അപ്പോൾ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ ഷാഫ്റ്റിൽ കൂടെ അല്ല വിടുന്നത്. ബിക്കോസ് അവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ എക്സോസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. സോ അതുകൊണ്ട് അവിടെ കൂടി വെള്ളം പമ്പ് ചെയ്യിക്കില്ല. വെള്ളം നമ്മൾ നോർമലായിട്ട് ലോഞ്ചിറ്റ്യൂഡിനലി തന്നെയാണ്, ഹൊറിസോണ്ടലി തന്നെയാണ് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വന്നിട്ട് among different methods of tunnel construction, identify the one which is not suitable for rocks. അപ്പം അടുത്തത് ടണലിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഈ ടണലിന്റെ പാർട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുന്ന വെഹിക്കിളിന്റെ സ്പീഡിന്റെ ലിമിറ്റ് പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് പഠിക്കണം. രണ്ടാമത്തെ കാര്യം പഠിക്കാനുള്ളത് ഈ ടണൽ കൺസ്ട്രക്ഷന്റെ മെത്തേഡ്സ് ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ്, ഏതൊക്കെ മെത്തേഡ്സ് ആണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ടണലിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ റോക്കി, ഫോർ സാൻഡി, അതുപോലെ തന്നെ ഫോർ സോയില്, ക്ലെയി സോയിൽ ആയിട്ടുള്ള സ്ഥലത്തുള്ള ടണല്, അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ടണല്, അങ്ങനെയൊക്കെ. ഓക്കെ, സോ ആ ടോപ്പിക്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. നൗ among different methods of the tunnel construction, identify the one which is not suitable for rocks. റോക്സിന് പറ്റാത്തൊരു പരിപാടി. ഡ്രിഫ്റ്റ് മെത്തേഡ്, ഫുൾ ഫേസ് മെത്തേഡ്, ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ്,
സോ ഇതിൽ ഷീൽഡ് മെത്തേഡ് ഓഫ് ടണലിംഗ് ഓപ്പറേഷൻ ആണ് റോക്സിന് സ്യൂട്ടബിൾ അല്ലാത്ത ഒരു മെത്തേഡ് ഓഫ് ടണലിംഗ് കേട്ടോ. ഷീൽഡ് മെത്തേഡ് യൂഷ്വലി വന്നിട്ട് എർത്തിനായിരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ. എർത്തിന് അല്ലെങ്കിൽ സോയിലായിട്ട് റോക്കി ഏരിയാസിന് പറ്റില്ല. സോയിൽ ബോറിംഗ് ഷീൽഡ് മെത്തേഡ് ഓക്കെ ആയിരിക്കും. ഓക്കെ. Artificial harbors are constructed by providing structures which extend from land to sea so as to create a calm area for berthing of the vessels. Such as structures are known as, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഹാർബേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നു എന്തിനു വേണ്ടിയിട്ട്, നമ്മളുടെ ഈ വെസൽസ് ഉദ്ദേശിച്ചത് നമ്മുടെ ഷിപ്പുകളാണ് കേട്ടോ. ആ ഷിപ്പുകൾ നന്നായിട്ട് പാർക്ക് ചെയ്തിടാനായിട്ട്. അതിന് പറയുന്ന പേരെന്താ, നമുക്കിത് വളരെ നന്നായിട്ട് അറിയാന്നുള്ളത്, നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു സാധനമാണത്. So this is known as, അറിയാന്നുള്ളവർ ഇട്ടോളൂ കേട്ടോ. ഓക്കെ. ഓപ്ഷൻ തെറ്റിയാണ് കിടന്നിരുന്നത്, ABCD ആണ്. സോ ഇതിൽ ആൻസർ വന്നിട്ട് വാർഫ് ആണ്. The artificial harbors that are constructed for providing structures which extend from the land to the sea so as to create a calm area for berthing of the vessels. Okay, so that is wharf. Okay, അത് ഡോക്സിലെ, അതായത് ഹാർബറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജെട്ടീസ് നമ്മൾ വന്നിട്ട് വണ്ടികൾ ഷിപ്സ് പാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ബെർത്ത് ചെയ്യുന്നതല്ല, ഷിപ്സ് പാർക്ക് ചെയ്യുന്ന സ്പേസ് ആണ്. വോർഫിലാണ് നമ്മൾ ഈ ഇത് പറയുന്നത്. ബ്രേക്ക് വാട്ടേഴ്സ് എന്തിനാണെന്ന് അറിയാലോ. ബ്രേക്ക് വാട്ടേഴ്സ് നമ്മുടെ സീ വാൾസ് പോലെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ വെള്ളം അടിച്ച് കയറാതിരിക്കാൻ ഡോക്കിന്റെ ഉള്ളിലേക്ക്. ഓക്കെ, ഹാർബേഴ്സിൽ പ്രൊവൈഡ് ചെയ്യണം ബ്രേക്ക് വാട്ടേഴ്സ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റീപ്പസ്റ്റ് ഗ്രേഡിയന്റ് computed for a 2-degree curve with a ruling gradient of 1 in 200 is done for a broad gauge and meter gauge railway lines. Select the correct inference from the given options. അപ്പോൾ ഇതിനി ഒരു വർക്ക്ഔട്ട് എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ ഒരു ഗ്രേഡിയന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രേഡ് കോമ്പൻസേഷൻ ആണ് ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഗ്രേഡിയന്റ് കമ്പ്യൂട്ടഡ്, ദ സ്റ്റീപ്പസ്റ്റ് ഗ്രേഡിയന്റ് കമ്പ്യൂട്ടഡ് ഫോർ ഗ്രേഡിയന്റ് എത്രയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത്. ഫോർ എ 2-degree curve വിത്ത് എ റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഗ്രേഡിയന്റ് തന്നിട്ടുണ്ട്. ഫോർ എ ബ്രോഡ് ഗേജ് ആൻഡ് മീറ്റർ ഗേജ് രണ്ടിലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഒന്ന്, ഈ ഗ്രേഡ് കോമ്പൻസേഷന്റെ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കണം. ഇൻ ഈച്ച് ടൈപ്പ് ഓഫ് ഗേജസ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഗേജസ്, ഈ ഗ്രേഡ് കോമ്പൻസേഷനുകൾ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ അപ്പം ഈ വാല്യൂസ് നമ്മൾ ഓർത്തിരുന്നോളാം. ബിക്കോസ് ഈ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ കാൽക്കുലേഷൻസ് മുന്നോട്ട് നീങ്ങുന്നത്. ഓക്കെ, സോ ഈ the steepest gradient of the broad gauge ആണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കേസ് 1 കേസ് 2 ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ദാറ്റ് ഈസ് ഫോർ റൂളിംഗ് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മാക്സിമം ഗ്രേഡിയന്റ്. ഫോർ റൂളിംഗ്
ഗ്രേഡിയന്റിന്റെ കേസിൽ 1/200 അല്ലെങ്കിൽ 1/200. 1/200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5% നമുക്ക് എഴുതാം അല്ലെ. ഞാനിവിടെ സ്ഥലം തികയത്തില്ല ചിലപ്പോൾ, അതുകൊണ്ട് ഞാനിവിടെ താഴേക്കൊന്ന് എഴുതുവാണ് ഇത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5%. ഡിഗ്രി ഓഫ് കർവ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡിഗ്രി ഓഫ് കർവ് ഇസ് ഈക്വൽ ടു 2 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് ബ്രോഡ് ഗേജ് ചോദിച്ചിരിക്കുന്നുണ്ട്. സോ ബ്രോഡ് ഗേജ് നമുക്ക് എടുക്കാം. അപ്പൊ ബ്രോഡ് ഗേജിന്റെ കേസിൽ കേസ് 1 ഫോർ ബ്രോഡ് ഗേജ്, അല്ലെങ്കിൽ ഞാൻ BG എന്ന് എഴുതി വെക്കുവാണ്. നൗ ഇതിന്റെ കേസിൽ ഗ്രേഡ് കോമ്പൻസേഷൻ എന്താണ്? ഗ്രേഡ് കോമ്പൻസേഷൻ is equal to 0.04% per degree of curve എന്നല്ലേ. അപ്പൊ 0.04% into degree of curve 2 ആണ്. അപ്പൊ 2 that is equal to 0.08%. അപ്പൊ മാക്സിമം, അപ്പൊ ഗ്രേഡ് പ്രൊവൈഡഡ് is equal to grade provided is equal to ruling gradient എത്രയാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? 0.5%. അപ്പൊ 0.5 മൈനസ് നമുക്ക് കിട്ടിയ ഗ്രേഡ് കോമ്പൻസേഷൻ 0.08. you will be getting 0.42%. അപ്പൊ for BG it is 0.42%. അപ്പൊ BG steepest gradient for BG is 0.42% ഒരെണ്ണം കിട്ടി. ഇനി അതുപോലെ ഇത് ഇനി നമുക്ക് രണ്ടിന്റെ ഇത് തന്നെയാണെന്നാണ് ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷനിൽ. ഇനി അടുത്തതിൽ വന്നിട്ട് 0.4% ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സിയും ഡിയും എയും ബിയും ക്യാൻസൽ ചെയ്ത് കിട്ടി. പിന്നെ അടുത്തത് കേസ് 2, സെയിം വേ. കേസ് 2 മീറ്റർ ഗേജ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെ, മീറ്റർ ഗേജ്. അപ്പൊ മീറ്റർ ഗേജിൽ ഗ്രേഡ് കോമ്പൻസേഷൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രേഡ് കോമ്പൻസേഷൻ is equal to 0.03 into the 0.03% per degree of curve എന്നല്ലേ. അപ്പം into 2 അല്ലേ നമ്മുടെ ഡിഗ്രി ഓഫ് കർവ്. അപ്പൊ 0.06% എന്ന് കിട്ടി. അപ്പൊ ഗ്രേഡ് പ്രൊവൈഡഡ് സെയിം വേ, ഗ്രേഡ് പ്രൊവൈഡഡ് നമ്മുടെ റൂളിംഗ് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മാക്സിമം ഗ്രേഡിയന്റ് is equal to 0.5 ആണ്, minus 0.06. So you will be getting 0.44%. അപ്പം MGയുടെ അതായത് മീറ്റർ ഗേജിന്റെ 0.44ഉം ഫോർ എ ബ്രോഡ് ഗേജ് ഇറ്റ് ഇസ് 0.42% ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കൂ, സ്റ്റീപ്പസ്റ്റ് ഗ്രേഡിയന്റ് ഫോർ എ ബ്രോഡ് ഗേജ് ഇസ് 0.42, ഇത് 0.44%. നമ്മുടെ ആൻസർ ഡി ആണ് ആൻസർ. അപ്പൊ ആൻസർ കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഓരോ പോർഷൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ eMerytൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അപ്പോൾ ആൻസേഴ്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. സോ നമ്മൾക്ക് ഓൾറെഡി ടൈം ലൈനിൽ റൺ ചെയ്യുന്നുണ്ട്. ISRO സയന്റിസ്റ്റിന്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ SSC JE ക്ലാസ്സുകളും തുടങ്ങിയിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് SSC JEയുടെ എക്സാം വിളിക്കുന്നത് രണ്ടാമതും. അതുപോലെ RRB എക്സാമും അതെ 2018 എങ്ങാണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട് നടന്നത് എക്സാം ആയിട്ട്. സോ അതിനുശേഷം ഇപ്പോഴാണ് നടക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള വേക്കൻസി അക്യൂമുലേഷൻസ് നടന്നിട്ടുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ നമുക്ക് RRBയിലൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.